അവിടെ എത്തിക്കഴിഞ്ഞാലില്ലേ പെണ്ണിനെ കണ്ടാല് ഞാൻ മുണ്ടും. ഇപ്പച്ചി മുണ്ടാൻ നിക്കണ്ട. കാരണം വെച്ചാ ഇപ്പച്ചിന്റെ ഗേൾഫ്രണ്ടാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മുണ്ടും. ഓക്കെ? Don't open your mouth. Don't open your mouth. In there. You want girlfriend? Talk to me. Okay. I will be ready for you. Okay. We'll get you for new girlfriend. For two girlfriend I will buy you. 2 girlfriend you will buy me for me. Yes. രണ്ടൊന്നും വേണ്ടില്ല, ഒരു മരുന്നിന് പറഞ്ഞാൽ മതിയായിരുന്നു. No, I will buy for you. Understand? Okay, understand. Okay. Good. ഹലോ ഗൈസ്, എന്റെ പൊന്നു അങ്ങോട്ട് അടിങ്ങിന്ന. ഹലോ ഗൈസ്, അപ്പം ഉണ്ടല്ലോ ഞങ്ങളെ പെച്ചക്ക് പുതിയ ഗേൾ ഫ്രണ്ട്, എന്താ പറയാ, നമ്മളെ പെച്ചക്ക് പുതിയ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പോവാണ്. മേരി എന്നിട്ട് 3 കൊല്ലായിട്ടുണ്ട് സിംഗിൾ മാത്രം. ഇപ്പം ഞങ്ങളിപ്പോൾ വരുന്നുണ്ട്, ഗൾപ്പം വരി. പിന്നെ ഉണ്ടല്ലോ ആ പെണ്ണുണ്ടല്ലോ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെച്ചിനെ കല്യാണം അയക്കട്ടെ എന്ന്. അപ്പൊ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് പറഞ്ഞു ബൈക്ക് പോവാ. ഓക്കെ, എന്നാ let's go. ബാത്റൂം പോയി. അതാ അവിടെ എത്തിക്കഴിഞ്ഞാല് പെണ്ണോടാ സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ സംസാരിക്കും. ആരോട്? ആ പെണ്ണിനോട്. ഏത് പെണ്ണിനോട്? ഇപ്പൊ പുതിയ കെട്ടാൻ പോണില്ല, ആ പെണ്ണിനോട് ഞാൻ സംസാരിക്കും. നീ എന്താ സംസാരിക്കുക? ഞാൻ സംസാരിക്കും. എന്ത് സംസാരിക്കും? You understand? Okay, understand. Yeah, that is the cool dad. You want girlfriend? Yeah. Tell me. I will buy for you 4 of them. 4 of them I will buy you. Oh. Okay. ഇപ്പൊ ഞാനിപ്പോ ഗേൾഫ്രണ്ടിനെ കണ്ടാ മിണ്ടാൻ പാടില്ല? No. ഇതിപ്പോ വല്ല കെട്ടില് നടക്കുവോ? No. ഈ 2025 കെട്ടില് നടക്കുവോ? Yes. ഉറപ്പാ? Yes. ഡിസംബർ തീരാനായി. Okay. വെറുതെ മോഹിപ്പിച്ചാണ്ട് ഇടങ്ങേറാക്കരുത്. No. ഓക്കെ? No. അടുക്കള പണി എടുത്തോണ്ട് എനിക്ക് മടുത്തേക്കണ്, പറയാൻ എനിക്ക് വയ്യാത്തോണ്ടാണ്. അടുക്കള പണിയിലാണോ പറ്റി പെണ്ണിനെ അയക്കുന്നത്? അങ്ങനല്ല. ഞാനൊരു കാര്യം പറയാം. പിന്നു അവിടെ എത്തിയിട്ട് നീ ഡീലാക്കിക്കോ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. അവിടെ എത്തിയിട്ട് പിന്നെ പെണ്ണിനോട് സംസാരിച്ചാ തല്ലല്ലേ? നല്ല മുടി ഉണ്ടാക്കുക, നല്ല എനിക്കറിയാം, അത് ചൊറുക്കുണ്ട് വെളുത്തുണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ എത്തിയിട്ട് ഞാൻ ഒന്നും സംസാരിക്കില്ല. എന്തൊക്കെ നോക്കുക, നല്ല കയ്യിൽ നഖം നീട്ടി വളർത്തിക്ക് നോക്കുക, കയ്യിൽ മൈലാഞ്ചി ഇട്ട് നോക്കുക, പിന്നെ മുഖത്ത് I will think about a girl. Okay? This is my girl now. Okay. അവസാനം പിന്നെ കെട്ടിയിട്ട് അവസാനം പിന്നെ അതില്ല അവിടെ ഇവിടെ കാകതാണ് പറയുന്നത്. നല്ല മുടി നോക്കുക, കയ്യിൽ നഖം നീട്ടി വളർത്തിക്ക് നോക്കുക, പിന്നെ മൂക്കുത്തിയതാവണം, മുടി വേണം. ഒരു കാര്യം പറയട്ടാ, അവിടെ എത്തിയിട്ട് സംസാരിക്കില്ല. അവിടെ എത്തിയിട്ട് ഹലോ. പറ. ഫുഡ് കഴിച്ചിട്ടില്ലേ? ഞാന് ബർദുബായി ഏറ്റവും പോവാം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാത്? നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് നമ്മളെ തകർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ഇവര് കൂടുതലായിട്ട്. നമ്മളെ ഒരാളെ തല്ലി തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇവര് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഉസ്താക്കന്മാരെ പിടിച്ചിട്ടും ഈ അമ്പലത്തിലുള്ള മറ്റേ മന്ത്രവാദികളെ വിളിച്ചിട്ടൊക്കെ 1000-2000 കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഈ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% നല്ല ഫാമിലി ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ലൈഫ് സ്പോയിലായി പോകുന്നത് ഈ കണ്ണേറ്, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ തന്നെ മറ്റേ ഷിഹർ ചെയ്യുക, കണ്ണേറ് ഇല്ലെങ്കിൽ കൂടോത്രം. അപ്പം ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പേപ്പർ കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഒന്നല്ലെങ്കിൽ നിങ്ങളെ എക്സ് ഹസ്ബൻഡ് ചെയ്തിട്ടുള്ളതാവാം,
അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വൈഫ് ചെയ്തതാവാം. കാരണം കുട്ടികളെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുട്ടികളെ അയാളെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും. അപ്പോൾ അത് ശരിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യേ, അറിയുന്ന ഏറ്റവും നല്ല അറിയുന്ന ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി ചോദിക്കുക. കാരണം എനിക്കിത് കുറേ കിട്ടിയതാണ്. കിട്ടി കൂടെ അത്ര എൻ്റെ കാലൊക്കെ അങ്ങനെ പോയതല്ലേ. എൻ്റെ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്നെ ഇഷ്ടം പോലെ കൊടുത്തു വെച്ചിട്ടില്ല എനിക്ക്. അത് നമുക്കറിയാമല്ലോ സംഭവം കിട്ടുന്നത്. ഇത് കിട്ടാൻ വലിയതൊന്നും വേണ്ടാണേ. ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സ്, അല്ലെങ്കിൽ പഴയ മുടി, തലമുടി, നഖം, ഇതൊക്കെ മതി ഇതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ നല്ല അടിച്ച് പൊളിച്ച് ചിരിച്ചും കളിച്ചും പോണ ഫാമിലി ഒക്കെ അല്ലാണ്ടാണത് ബ്ലാക്ക് മാജിക് ഇല്ലെങ്കിൽ ഷെഹർ കണ്ണീർ കൊണ്ടേ കാരണം. അതുകൊണ്ടാണ് ആ പറ്റുന്നത് നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം തകരുന്നത് ഒരു ലീഗൽ റിലേഷൻഷിപ്പിലല്ലേ. ആ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് എവിടെന്നെങ്കിലുമൊക്കെ വന്ന് കയറിയാണ്ട് എന്ത് ചെയ്യും, തകരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കാര്യമാക്കണ്ട. അപ്പം എന്ത് ചെയ്യേ, ഏതൊരു സ്ഥാനമൊക്കെ പോയി കണ്ടുകൊണ്ട് അത് മാറ്റിയെടുക്കാളൊക്കെ മാറ്റിയെടുക്കും. എനിക്ക് അറിയും, പക്ഷെ എനിക്ക് ആളങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ഞാൻ നോക്കാം, നിങ്ങൾ തന്നെ നോക്ക്, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇത് ഇഷ്ടമെന്നല്ല, ഇത് സാധനം നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യും, നിങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുക. ഞാൻ ഈ പറഞ്ഞ മാതിരിക്ക് തന്നെ ഉമ്മാക്കും പാപ്പാക്കും നന്നായിട്ട് വെടിപ്പായിട്ട് പിടിച്ചിട്ട് ഈ സാധനം തിരിച്ചു കൊടുക്കുക. തിരിച്ച് വിളിക്കണം. തിരിച്ച് വിളിച്ചാലേ കാര്യമുള്ളൂ. തിരിച്ച് വിളിക്കണം. അത് കേടി വരും. ഇന്നലെ തുറക്കരുത് കന്നഡ കേടി വരും. ഓക്കെ, ഇപ്പച്ചി വെച്ചോട്ടെ. യു ഡോണ്ട് ട്രൈ. ഡോക്ടർ മതി. നീ ഡോക്ടറിന്റെ കാര്യം പറയല്ലേ, അത് പൊട്ടിപ്പോവും. ഇന്നാൾ മറ്റേ കണ്ണടി ഇതേമാർക്ക് വലിച്ചിട്ട് അതിന്റെ ഞാൻ അടിച്ചല്ലേ, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പകരം വിളിച്ചോ, ഞാൻ കൊടുക്കാം. നീ വിളിച്ചോ, കൊടുക്ക. മോൾക്ക് സംസാരിക്കണോ? നാളെ വിളിച്ചോ, ഞാൻ നനുവിന്റെ ഫോണിൽ വിളിച്ചാൽ മതി, ഓൾ എടുത്തോളും. അല്ല, നാളെ വിളിച്ചോന്ന്, നാളെ വിളിച്ചോളൂ. ഓക്കെ, അത് ഞാൻ എണീറ്റിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ. മരിച്ചില്ലെങ്കിൽ എന്തായാലും 10-12 മണിയാകുമ്പോൾ എണീക്കും. ദുബായ് മണ്ണിൽ കൂടെ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മറന്നു പോകും. ഒരുപാട് അറിയാത്ത ആളുകൾ. നല്ല രസം, നല്ല വൈബല്ലേ ദുബായിൽ. ഈ സമയത്ത് നമുക്കൊരു ഗേൾ ഫ്രണ്ടും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമാണ് അറിയാം. ഇവിടെ വണ്ടിന്റെ ഫ്രണ്ടിൽ ഇരുത്തുക, അവളെ കൈയും അതിന്റെ അടിയിൽ കൂടെ വന്നിട്ട് നോക്കിയാലൂല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുമ്പില്ല, പക്ഷെ ആ കുടുക്ക, ആ മറ്റേ ഡ്രസ്സിന്റെ കുടുക്ക് ഇങ്ങനെ ഫാഷൻ, ഇങ്ങനെ പ്രീതിയാണ്, ഞാൻ സുന്ദരിയാണ്, ഞാൻ ഇതാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. മാറിക്കവിടുന്ന് എപ്പോ നോക്കിയാലും കുടുക്കിട്ട് നടക്കുക. കാരണം അമ്മായി നോക്കുക, നീ പെണ്ണ് ഈ ആണുങ്ങളൊക്കെ കൊടുക്കട്ടോ. അപ്പൊ ഇപ്പൊ എപ്പോഴും കുടുക്കിടണം. ഞാൻ ഇടൂല. സത്യം സെറ്റ് സെറ്റ് ഷുറ്റാണ് ഷുഗു കൊറക്കടാ, ഷുഗു കൊറക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഇപ്പച്ചിന്റെ പെണ്ണ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയെന്ന് കണ്ടോ. നമ്മള് ലൊക്കേഷൻ വരെ ഉണ്ട്. അപ്പൊ നമുക്കുണ്ടല്ലോ നോക്കാം ഇവിടെ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയില്ല ലോലി ഇവിടെ എത്തിക്കണേ, ഞങ്ങള് മെസ്സേജ് അയച്ചിട്ടില്ല ലോലി ഇവിടെ എത്തിക്കണെന്ന്. അപ്പൊ നമുക്ക് നോക്കാം. തൂറാൻ മുട്ടുന്നുണ്ട്. നോക്ക്, ഞാൻ ഇപ്പൊ വീട്ടിൽ കാണുന്നുണ്ടല്ലോ ഇപ്പന്റെ കൂടെ. ഫേമസ് ആയിട്ടാ. चलो
അവിടെ കാര്യങ്ങൾ കേക്ക് അവിടെ പോ. ഇനി എവിടുക്ക പോണേ നമ്മള്? ഹലോ ആ പറ. ഞാന് മൂത്രയിക്കാൻ പോയതാ പറ. ബാബാ എവിടെ നിങ്ങൾ പറഞ്ഞ ആളുള്ളേ? ഇവിടെ എവിടെ? ഇവിടെ തങ്കഞ്ചേരിന്റെ അണ്ടിയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് ബാബു പോര്. എവിടെ? അങ്ങോട്ട് കയറിക്കാ കാണിക്കണ. ഐസ്ക്രീം മേടിച്ചേരെ. മാപ്പ അലമ്പൊന്നുമില്ല. മാപ്പ നല്ല മാപ്പല്ലേ. കുറച്ച് അലമ്പൊക്കെ ജീവിതത്തിൽ വേണ്ടേ? മൊത്തം അലമ്പൊന്നുമില്ല. ആ പിന്നെ അങ്ങനെ എന്താണ് അതിന് കാട്ടണേ? ഐസ്ക്രീം ഇപ്പൊ തിന്നണില്ലാണ്ട് ഇമാജിനറി ഐസ്ക്രീം ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ പോകുന്നതാണ്. ഇതേ ഒരു വണ്ടിക്കാരൻ മുന്നിൽ ചേർന്നതാ. ഐസ്ക്രീം മേടിക്കാം. ഗേൾഫ്രണ്ട് ഒന്ന് മാണ്ടനെ. എന്തിനാ ഈ ഗേൾഫ്രണ്ട്? നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോണത്? രണ്ടെണ്ണം കണ്ടില്ല. മരുന്നിന് പറഞ്ഞാൽ മതിയായിരുന്നു. Okay, understand. Okay. Good. Thank you. Good dad.